എല്ലാവർക്കും സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ടാരോ റീഡിംഗ് ആണ് നോക്കുന്നത്. ഇത് ഒരു ഡീറ്റെയിൽഡ് ടാരോ റീഡിംഗ് അല്ല, വളരെ റാൻഡം ആയിട്ട് ടൈംലെസ് ആയിട്ടുള്ള ഒരു യെസ് ഓർ നോ റീഡിംഗ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ യെസ് ഓർ നോ മാത്രമല്ല നോക്കുന്നത്. ഇന്ന് നമുക്ക് ഡിവൈൻ തരുന്ന ആ ഒരു ടാരോ മെസ്സേജ് യെസ് ഓർ നോ ആണെങ്കിൽ തന്നെ അതിലൂടെ തരുന്ന അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പയൽസ് ഉണ്ട്, കാർഡ് 1, കാർഡ് 2. നിങ്ങൾ മനസ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക. ആ ഒരു കാർഡിലൂടെ കിട്ടുന്ന മെസ്സേജാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ടാരോ മെസ്സേജ്, അല്ലെങ്കിൽ ഗൈഡൻസ് മെസ്സേജ്, അല്ലെങ്കിൽ ഏഞ്ചൽ മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേഴ്സണൽ റീഡിങ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ അവിടെ ലഭിക്കുന്നതാണ്. നമ്മുടെ റീഡിങ്സ് ഒക്കെ പെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഫ്രീ ടാരോ റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾ മനസ്സിൽ ഒരു കാർഡ് ചൂസ് ചെയ്യുക. ആ ഒരു കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജ്, ഏഞ്ചൽ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും, ഞാൻ കുറച്ച് സമയം തരാം, എല്ലാവരും കുറച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്യുക. അതിനുശേഷം മനസ്സ് ശാന്തമാക്കി ഒരു കാര്യം മനസ്സിലേക്ക് വിചാരിക്കുക. ദെൻ നിങ്ങൾ ഈ 2 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തവർക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിരിക്കുന്നവർക്ക് ഒരു നോ കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 10 ഓഫ് വാൻസ് കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചത് നിങ്ങൾക്ക് കുറച്ചധികം ഭാരമുണ്ടാക്കുന്ന ഒരു കാര്യമായി തീരും, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ജീവിതത്തിനെ ഡൈവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചധികം എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് നൽകും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് കുറച്ചധികം എക്സ്ട്രാ ഭാരം, തടസ്സങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്നും കൂടി ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. ഇത് നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് തക്ക രീതിയിലുള്ള മനക്കരുത്തും കൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഹാർഡ് വർക്ക് എന്നും കൂടിയാണ്. ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഇടുക, നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതൊരു നെഗറ്റീവ് കാർഡ് ആണെങ്കിൽ പോലും ഈ ഒരു കാർഡ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളാവാം, നിങ്ങളുടെ ജോലിയാവാം, ഫാമിലി റിലേഷൻഷിപ്പ് ആവാം, എന്തുമായിക്കോട്ടെ, ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് കുറച്ചധികം തടസ്സം അല്ലെങ്കിൽ ഭാരമുണ്ടാകുമെങ്കിലും തീർച്ചയായും നിങ്ങൾ അവിടെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ 10 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു യെസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ കാർഡ് മനസ്സിൽ ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഒരു യെസ് കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് 10 ഓഫ് കപ്സ് കാർഡാണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം അത് അവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ്. അതിലേക്കുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഡിവൈൻ തുറന്നു തരുന്നു എന്നാണ്. അവിടെ ഒരു അലൈൻമെന്റ് ഉണ്ടാവുന്നു, നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കൂടിച്ചേരലുണ്ടാകുന്നു, ഒരു ഫാമിലി പോലെ നിങ്ങൾ ഒന്നിക്കുന്നു. വിവാഹമൊക്കെ മനസ്സിൽ വിചാരിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാകുന്നു. അതേപോലെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ വരുന്നു, ഫുൾഫിൽമെൻ്റ് ഉണ്ടാവുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അവിടെ നടപ്പിലാകുന്നു. ഡ്രീം കം ട്രൂ എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്വപ്നം
അവിടെ യാഥാർത്ഥ്യത്തിലേക്ക് വഴിമാറുന്നു. അതുപോലെ ഫാമിലി കണ്ടന്റ്മെന്റ് പറയുന്നുണ്ട്, ടോട്ടൽ ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾക്ക് പൂർണ്ണമായും എല്ലായിടത്തു നിന്നും സ്നേഹവും സപ്പോർട്ടും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഹാർമണി ഉണ്ടാവുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് ഒരേപോലെ മുന്നേറുവാനുള്ള എനർജി പ്രപഞ്ചം നൽകുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, ബ്ലിസ്ഫുൾ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് രണ്ടാമത്തെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് കാർഡ് കിട്ടിയവർ വിഷമിക്കേണ്ട, കാരണം നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് സൈൻ ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യൂ, തീർച്ചയായും നിങ്ങൾ വിജയം കാണും എന്ന് തന്നെയാണ് ആ ഒരു കാർഡും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ.